വീണ്ടും ഞാൻ പോയി എൻ്റെ മുഖമൊക്കെ കഴുകി സെറ്റാക്കി. ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ട്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ തൊട്ട് മുന്നത്തെ വ്ളോഗ് കണ്ടവർക്ക് അറിയായിരിക്കും ഞാൻ ഇതേ ഗെറ്റപ്പിൽ തന്നെയാണ് നിന്നത്. ആ വ്ളോഗ് എൻഡ് ചെയ്തതൊക്കെ ഈ ഗെറ്റപ്പിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ താഴേക്ക് പോകണം. താഴെ ബർത്ത് സ്വീറ്റ് ഉണ്ട്. ബർത്ത് സ്വീറ്റിൽ ചെല്ലണം. ചെന്നതിന് ശേഷം അവർ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്നൊക്കെ തരും. എനിക്ക് പ്രോപ്പറായിട്ടൊന്നും അറിഞ്ഞൂടാ. എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അറിയാവുള്ളൂ. അപ്പോൾ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ടാബ്ലറ്റ് തരും. അതിനുശേഷം പെയിൻ വന്നു കഴിയുമ്പോൾ എപ്പിഡ്യൂറൽ എടുക്കും. അതിനുശേഷം ഞാൻ ഉറങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല. അപ്പോൾ അവിടെ ഉള്ളതെല്ലാം അപ്പോൾ ഉള്ളത് അനുസരിച്ച് അങ്ങ് കാണിക്കാം. എനിക്ക് ഒന്നും പറയാൻ അറിയില്ല, കാരണം ഞാൻ നേരത്തെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. സോ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് താഴെ പോയിട്ട് എന്നെ അശ്വിനെ അവിടെ വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് എല്ലാവരും തിരിച്ച് മേളി വരും. സോ ലെറ്റ്സ് സീ എന്താണെന്നുള്ളത്. നമുക്ക് ഈ ഒരു വ്ളോഗിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് കാണാം. ലെറ്റ്സ് ഗോ ടു ദ ബർത്ത് സ്വീറ്റ്. താഴെ ബർത്ത് സ്വീറ്റ് പോവാൻ ഫോട്ടോ എടുക്കാൻ പോവാം. നമ്മുടെ കൂടെ ഒരുമിച്ച്. അപ്പോൾ അശ്വിനാണ് ഫോട്ടോ എടുക്കുന്നത്. കട്ട് ചെയ്താലേ എടുക്കാൻ പറ്റും. വന്നോ. ഞാൻ നടന്നു പോകാന്ന് പറഞ്ഞു. കാശ്മീരായ വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ. ശരി. ലൈവുണ്ട്. ജോക്ക് പോലെ ഇതൊക്കെ ഞാൻ ആൾക്കാരുടെ ഇതിൽ മാത്രമേ ബർത്തിങ് പോയി. ഇതിന്റെ മേളിൽ ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ട് മാത്രമേ സെറ്റപ്പൊക്കെയുള്ള എനിക്ക് അറിയില്ല. പ്ലേ ഏരിയ പോലെ അശ്വിൻ എവിടെ കിടക്കും? ഞാൻ കിടക്കൂല. എടേ ഇവിടെ കണ്ടാ നീ അലരെ വിളിക്കാൻ പോണത്. ഫോൺ റൂമിൽ ഇരിക്കുക അല്ലേ? അവിടെ ടി വി ഉണ്ടോ? നോക്കട്ടെ. ചെറിയ റൂം. എനിക്ക് ഈ ഒരു ബോൾ ഇഷ്ടപ്പെട്ടു. സാധനം നല്ല സുഖം കിട്ടുന്നു. അങ്ങനെ കൃത്യം കണക്കൊന്നുമില്ല. 2 ഹവറിൽ നമുക്ക് ഡോസ് തരും. ഓരോ ആൾക്കാർക്കും ഈ പെട്ട് മറ്റേ പൊക്കാൻ പറ്റത്തില്ലല്ലേ? പറ്റും. പൊക്കി വെച്ചെങ്കിൽ ഞാൻ കാരണം എനിക്ക് ഇങ്ങനെ കിടന്ന ഭയങ്കര നടുവേദന. ബെഡിൽ പില്ലു ഒന്നും എടുത്തില്ല. അതെടുത്തോണ്ട് തരണം. എനിക്ക് ആ പില്ലു വേണം. പില്ലോയിൽ കീപ്പാഡ് വെക്കണം. ഭയങ്കര നടുവേദന. കീപ്പാഡൊക്കെ ഇടുന്നെങ്കിൽ ഓക്കെ പറ്റുമോ? ആ മതി മതി. ആ അപ്പൊ മറ്റേ സീറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇല്ലേന്ന് ചോദിച്ചു. ആ പില്ലോ രാത്രി അശ്വിനി ഈ പില്ലോ എടുത്തോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആണ് ഇവിടുത്തെ. ഇനിയിപ്പോ നമ്മളിപ്പോ 11:30 ഇപ്പൊ ഡോസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഇൻജക്ഷൻ പെയിൻ വരാനുള്ള ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ടാബ്ലറ്റ് കഴിയും. ഒരു ടാബ്ലറ്റ് 2 ഹവറിൽ കൂടുമ്പോ ടാബ്ലറ്റ് കഴിയണം. സ്റ്റിൽ പെയിൻ നന്നായിട്ട് തുടങ്ങുന്ന അപ്പൊ രാത്രി ഉറങ്ങാൻ പറ്റുമായിരിക്കും. പെയിൻ ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റില്ലല്ലേ? ചെറിയ പെയിനൊക്കെ ഇപ്പൊ ഉടനെ കാണത്തുള്ളൂ കേട്ടോ. കുറച്ച് ടാബ്ലറ്റ്. പിന്നെ നല്ല കൺട്രാക്ഷൻ വന്നു തുടങ്ങി നമുക്ക് പിന്നെ ടാബ്ലറ്റ് തരത്തില്ല. പിന്നെ നോക്കിയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ നല്ല നമുക്ക് എപ്പിഡ്യൂറിൽ എപ്പോഴാണ് തരുന്നത്? എപ്പിഡ്യൂറിൽ നല്ല കൺട്രാക്ഷൻ ഒക്കെ തുടങ്ങി പീരിയൊക്കെ ഉള്ളു പരിശോധിച്ച് നോക്കുമ്പോഴേ ഒരു 3 സെന്റിമീറ്റർ ഡയലറ്റേഷൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 2 സെന്റിമീറ്റർ ആയി ഡോക്ടർ പറഞ്ഞു. കുറച്ച് ലെങ്ത് ഉണ്ട്. ഒരു 2 സെന്റിമീറ്റർ ലോങ് ആണ് സർവീസ്. അത് ടേക്കണം അപ്പൊ അത് കുറച്ചുകൂടെ കൺട്രാക്ഷൻ വരട്ടെ. ഇപ്പൊ ഒന്നും എടുക്കാറായില്ല. പണ്ടൊക്കെ എനിക്കൊക്കെ മരുന്ന് തരില്ലായിരുന്നു. ഡയറക്ട്ലി ട്രിപ്പ് ആയിരുന്നു. ട്രിപ്പ് ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് വെള്ളം പൊട്ടിച്ച് കഴിഞ്ഞിട്ടേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ലീക്കിംഗ് ആയിട്ട് അത് ഞാൻ പൊട്ടിക്കുന്നേ. ചിലർക്ക് തന്നെ
ലീക്ക് ആവാറുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു 3 സെന്റിമീറ്റർ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഡോസ് വേണ്ട. കൺട്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ 3 സെന്റിമീറ്റർ ഒക്കെ കഴിയുമ്പോൾ വെള്ളം പൊട്ടിക്കാം. ഇല്ല ഒന്നും അറിയത്തില്ല. അല്ലാതെ മെംബ്രെയിൻ അല്ലേ റപ്ചർ ചെയ്യുന്നത്, ഒന്നും അറിയാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട കേട്ടോ. വരട്ടെ എന്തായാലും. ചിലപ്പോ ഇതൊക്കെ വണ്ടർലാൻഡിലോട്ടല്ലേ ഞാൻ പോകാൻ സന്തോഷിക്കാൻ. പേടിക്കണ്ട കേട്ടോ, എല്ലാരും ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ, ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോകുന്നതിന് ഓസി വീട്ടിൽ നിന്ന് നെഞ്ചിലടിച്ച് എനിക്കിങ്ങനെ എല്ലാം അറിയണോ എന്താന്ന്. അതിപ്പോ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടുള്ള ഒരു പുതുമ തോന്നുന്നതാണ്. ആ വീൽ ചെയർ ഇരുന്ന് ഞാൻ ഓടും. കുഴപ്പമില്ല, അമ്മ എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ. ഭയങ്കര ബഹുമാനമായിരിക്കും അത് കഴിയുമ്പോ. നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രസവിച്ചത് നമുക്ക് അറിയണ്ടേ. എപ്പിഡ്യൂറൽ നേരത്തെ തരൂലേ ഈ വേദന കുറെ? അങ്ങനല്ലടാ, വലിയ വേദന ആക്ഷൻ ഉണ്ട്. നമ്മളിപ്പോ ഇത്ര ഒത്തിരി നേരത്തെ എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ശരിക്കും വേണ്ട ശരിക്കും വേദന വരുന്ന point ഇല്ല. അത് എടുക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോ നമുക്ക് എടുക്കാം. രാത്രി you can just sleep. എപ്പിഡ്യൂറൽ എടുത്ത എത്ര നേരത്തെ അതിന്റെ റിയാക്ഷൻ ഉണ്ടാവും? അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ പെയിൻ മാറും. അപ്പൊ രാത്രി ചിലപ്പോ നല്ല സുഖമായിട്ടൊക്കെ അപ്പൊ നിങ്ങളുടെ ഒരു കണക്കൂട്ടിലനുസരിച്ച് ഡെലിവറി ഡേ ടൈമിലല്ലേ കാണുന്നത്? അങ്ങനെയാ നമ്മള് പെയിനൊക്കെ തുടങ്ങുമ്പോ പിന്നെ ടാബ്ലറ്റ് തരും. ഓരോ ആൾക്കാർക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ലേ. ചില ആൾക്കാർക്ക് ഒരു ടാബ്ലറ്റിൽ തന്നെ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, ചിലർക്ക് 2, 3, ചിലർക്ക് 14 ഡോസ് വരെ കൊടുക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓരോ ആൾക്കാർ എങ്ങനെയാണ് അത് ഇപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാതെ 1-2 പ്രാവശ്യം ടാബ്ലറ്റ് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ട്രിപ്പിലോട്ട് കയറുമോ? ഇല്ലല്ലേ. പെയിൻ വന്ന് നമ്മള് മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 8 ഡോസ് വരെ കൊടുക്കാം. അപ്പൊ 16 മണിക്കൂർ ആകത്തില്ലേ? 8 ഡോസ് വരെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ കൊടുക്കാൻ പറ്റും മാക്സിമം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക് ആണ്. അതുവരെ പെയിൻ ഒന്നും വന്നില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് 14 ഡോസ് വരെ ബാക്കിയുള്ളത് നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം. അത് ഇത്രയും കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക്. പക്ഷെ അതിന് അത്രയും ആവശ്യം വരത്തില്ല. ഇത് നമ്മൾ പറയുമ്പോ 2 സെന്റിമീറ്റേഴ്സ് ഡയലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സ്ഥിതിക്ക് നല്ലൊരു പെയിൻ വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ടെൻഷൻ ആവണ്ട കേട്ടോ. ഇതൊക്കെ ഓൺ ദ പ്രോസസ്സിലൊക്കെ നടന്നോളൂ. പറയുമ്പോ നമ്മൾ ഇങ്ങനെയാണ് അതിന്റെ ഇൻജക്ഷൻ പ്രോട്ടോകോളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഓരോ അച്ഛനൊക്കെ ഒരു ടാബ്ലറ്റ് തന്നെ മതിയായിരിക്കും. പെയിൻ തുടങ്ങുക, ലീക്കിംഗ് ആവുക, ഇതൊക്കെ ഓൺ ദ പ്രോസസ്. ടാബ്ലറ്റ് എത്ര വേണമെങ്കിലും കഴിക്കാം, വേദനയൊന്നും അറിയാതിരുന്നാൽ മതിയായിരുന്നു. ചെറിയ ചെറിയ വേദനയൊക്കെ വരും, പക്ഷെ സഹിക്കാൻ പറ്റുന്ന വേദന വരുള്ളൂ. കാരണം കണ്ടിന്യൂസ് പെയിൻ ആയിരിക്കത്തില്ല. ഒരു 35 സെക്കൻഡ്സിൽ പെയിൻ വരും, പിന്നെ കുറഞ്ഞ നേരത്തേക്ക് പെയിൻ കാണില്ല, പിന്നെ വീണ്ടും ഒരു 30 സെക്കൻഡ്സ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ പെയിനൊക്കെ തന്നെ. ചില ആൾക്കാരുടെ ടോളറൻസ് ഡിപ്പെൻഡ് പോലെ ചെയ്തിരിക്കും. ഉറങ്ങുന്നതിനെക്കാട്ട് നല്ല എനിക്കത് ഉറങ്ങാൻ പറ്റില്ല. പെട്ടെന്ന് ഇത്രയൊക്കെ ആലോചിച്ചെനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും നെയ്വി എല്ലാം കണ്ട ടയർഡാവും. നമ്മള് നാളെ ഡെലിവറി പ്ലാൻ ആയതുകൊണ്ട് ഇന്ന് നല്ല റിലാക്സ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാലും സെർവിക്സ് നല്ല സോഫ്റ്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. എല്ലാവരും കൂടെ ഉണ്ടല്ലോ. ലൈഫില് ആദ്യത്തെ മെയിൻ ക്യാരക്ടർ ഫീൽ വന്നു. എനിക്കത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓസി ചെയ്തു കെറ്റിൽ സർവീസ്. ഞാൻ ഭയങ്കര എനിക്കൊരു ബട്ട്ലറും കൂടെ വേണം. ആളുടെ പാമ്പറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആളുടെ സ്വീറ്റ് റൂമിന്റെ അടിയില് ആൾക്ക് പാമ്പറൊക്കെ ഉണ്ട്, എല്ലാം റെഡി ആയിട്ട് വെച്ചിരിക്കുക. ഹാപ്പി പാമ്പർ. അത്ര തന്നെ. ബേബിയുടെ ഡ്രസ്സൊക്കെ കാണാം. ഒരു കുഞ്ഞുടുപ്പും തൊപ്പിയൊക്കെ ഉണ്ട്. അയ്യോ, തൊപ്പി അവിടെ ഉണ്ട്. സ്റ്റെറൈൽ ബേബി കിറ്റ്. ഇഷാനി ഓടിവാ. അവിടെ കുഞ്ഞുടുപ്പും തൊപ്പിയൊക്കെ ഉണ്ട്. സ്വീറ്റ് റൂമിന്റെ അടിയിൽ കുഞ്ഞുടുപ്പും തൊപ്പി. ആ സ്റ്റെറൈലാണ് നമ്മൾ എടുക്കണ്ട. അതിന്റെ അകത്തെ തുണി സ്റ്റെറൈൽ എന്നാണ് പറയുന്നത്. ആ ശരി, പുറത്തെ കവറല്ല. അവർ പിന്നെ ആരെങ്കിലും എടുക്കണ്ടേ. അയ്യോ, എനിക്ക് ഭയങ്കര ഫാൻ ഇല്ലാത്തൊരു ഭയങ്കര വിഷമമായി. ഫാന്റെ സൗണ്ട് ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എനിക്ക് ഒട്ടും പറ്റൂല. ഒരു
സുരക്ഷയില്ലെങ്കിൽ ഫോണിൽ വരെ സൗണ്ട് അതേ പറ്റും. പക്ഷെ എനിക്ക് ആ ഫാൻ ചെറിയൊരു അല്ല, അമ്മൂന് ഫാൻ ഉണ്ട്. അതാണ് അമ്മൂന്റെ ഒരു ടേബിൾ ഫാൻ ഉണ്ട്. ഞാൻ ഇന്ന് രാത്രി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പെയിൻ വരാനുണ്ട്. ആൾക്കാർ പെയിൻ കുറയാനാണ് വരുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഞാനാണ് നോക്കുന്നത്. രമ്യ, ഓക്കെ. പേടിക്കാൻ ടെൻഷൻ അടിക്കണ്ട. അയ്യോ, അതെന്റെ കൂടെ പുറപ്പാണ്. എന്റെ ശരീരത്തിലുണ്ടത്. സാധനം ഇത്രയേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അകത്ത് പോയി കപ്പിലെ വിശ്വാസം കുടിക്കാം. ആ, ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത് അസസ് ചെയ്യും. ഓരോ ഇതിനെ പെയിൻ കൺട്രോഷൻ നോക്കും. വെള്ളം തരും. മറ്റേ ടേസ്റ്റ്. ഉറങ്ങാൻ മാക്സിമം നോക്കും മാഡം. കാരണം പ്രഗ്നൻസിയിലെ വരുന്നില്ല. ഇല്ല, BP ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. എനിക്കൊന്ന് ഹെൽത്ത് വൈസ് നീ ഫോഴ്സ്ഫുള്ളി എങ്കിലും ഉറങ്ങണം. ഉറങ്ങാം. ഇതൊന്നും ടെൻഷൻ ഒന്നും വേണ്ട. പെയിൻ വന്നാൽ നമുക്ക് എപ്പോഴും ഉണ്ട്. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. അത് ചിന്തിക്കുക. പിന്നെ ഫാമിലി സപ്പോർട്ട് ഇല്ലേ? ഓക്കെ. അവർക്ക് ഇതൊരു സിനിമ കാണുന്ന പോലെ എന്നെ എല്ലാം അടുപ്പി വെച്ചിരിക്കും. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് NST ചെയ്യാം. 12 അല്ലെങ്കിൽ 12 NST അപ്പോഴും ഉള്ളൂ, വീണ്ടും ഉള്ളൂ. ഇപ്പോൾ നേരത്തെ ഒരു 9:15 NST ആണ്. 4 മണിക്കൂർ ഇടവിട്ട് NST നമ്മൾ മോണിറ്റർ ചെയ്യാം. ബേബിയുടെ ഇത് നോക്കണമല്ലോ. ഇതിന്റെ പെയിൻ പൊതുവേ ആൾക്കാർക്ക് എത്ര നേരത്തിൽ വരും? ഡോക്ടർ പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഡിപ്പെൻസ് ഓരോ ബോഡി പോലെയാണ്. ആൾക്കാർക്ക് എത്ര നേരത്തിലായിരുന്നു? ഒരു 3 ടാബ്ലറ്റ് ഒക്കെ ചിലവർക്ക് 1 ടാബ്ലറ്റ് വന്നാലും പെയിൻ കൂടാൻ അങ്ങനെയുണ്ട്. ഇല്ല, എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇപ്പൊ നമ്മൾ ഇൻലേബർ സമയത്ത് മാത്രം ലിക്വിഡ് ഡയറ്റ് മാത്രം എടുക്കാൻ പറ്റും. ഇൻലേബർ ആക്റ്റീവ് ആവുന്ന സമയത്ത് പെയിൻ നല്ല കൂടി ആക്റ്റീവ് ആവുന്ന ബാത്റൂമിലൊക്കെ പോവാം. ഇപ്പൊ എല്ലാം ചെയ്യാം. പെയിൻ എത്ര കൺട്രാക്ഷൻ നല്ല പോലെ വരുന്നപ്പോൾ മാത്രം കുറച്ച് സോഫ്റ്റ് ആയിട്ട് പിന്നെ വെള്ളം നല്ല പോലെ കുടിക്കാം. എപ്പോഴും ബോളുണ്ട്, എക്സസൈസ് ഒക്കെ ചെയ്യണം. ഞാൻ എക്സസൈസ് ചെയ്യാറേ ഇല്ല, വേറെ കാര്യം. പക്ഷെ എനിക്ക് ബോർഡ് ഇഷ്ടപ്പെട്ടു. അതിലിരുന്നു അതിന് ഇഷ്ടപ്പെട്ടു. അതിലെന്താ ചുമ്മാ ഇങ്ങനെ റോൾ ചെയ്ത് അത് തന്നെ. വെളിച്ച കോൾബെല്ലുണ്ട്. പെട്ടെന്ന് നല്ല അണ്ടർ പെയിൻ എല്ലാം വന്ന് ഇതിൽ വെച്ചാൽ മതി. TV കുറച്ച് നേരത്തെ ഇരിക്കുന്ന കാണണ്ടേ? അതൊന്നും ഓണായോ? എപ്പോ ഓണായി? അങ്ങനെ. ഓ, ശരി. ഓക്കെ. കഴിക്കാൻ എന്ത് വേണമെങ്കിൽ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് സർവീസ് ഉണ്ട് ഇവിടെ മേഡം. 3167 നമ്പർ ഇവിടെ ഉണ്ട്. വിളിച്ചാൽ മെഷീൻ കോഫി ഒക്കെ കിട്ടണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മെഷീൻ കോഫി എത്തില്ല. അവർ ചോദിച്ചു നോക്കാം. ആ മെഷീൻ കോഫിയുടെ ടേസ്റ്റ് ആണ് നല്ലത്. ചോദിച്ചാൽ അതൊന്നും കിട്ടിയെങ്കിൽ കൊള്ളാം. ചോദിച്ചിട്ട് പറയാം. വിളിച്ചു നോക്കട്ടെ. കറക്റ്റ് എൻ്റെ ഫേവററ്റ് മൂവിയും കിട്ടി. അതൊരു സൈൻ ആണോന്ന് അറിയില്ല. എൻ്റെ ഏറ്റവും ഫേവററ്റ് മൂവിയാണ് ഇൻ ഹരിഹർ നഗർ. അടുത്ത NST സ്കാൻ ചെയ്യുക. സൈഡിൽ ഒരാളിരുന്ന് സാൻഡ്വിച്ച് തന്നുകൊണ്ടിരിക്കും. ഇപ്പൊ സമയം എന്തായി? 1 മണി കഴിഞ്ഞല്ലേ? 1:21 AM. അതുവരെ കിടന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ കിടക്കും. പിന്നെ പെയിൻ വരുന്ന അനുസരിച്ച് ബാക്കി പിന്നിടും. അമ്മ അന്ന് ഇഷാനി മേളിൽ പോയി കിടക്കാൻ. ഹീസ് ദ ബൈ സ്റ്റാൻഡർ. ഇവിടെ ഒന്ന് പാടിക്കോ.
താങ്ക് യു. നോ ഐ ക്യാൻ സ്ലീപ്പ്. താങ്ക് യു. എനിക്ക് അതല്ല ഇഷ്ടം. பட்டு பட்டு முட்டுக்களை தட்ட தட்ட வந்ததம்மா நதி காத்து, ஓ நதி காத்து. மொட்டு மொட்டு மெல்ல மெல்ல மெட்டு மெட்டு தட்டுதம்மா சிரி பார்த்து, ஓ ஸ்ருதி பார்த்து. ஆட வைக்கணும் பாட்டு, சும்மா சிக்க வைக்கணும் பாட்டு. അത്തിന്തോം തിന്തിയും തോന്തന തിന്താനീനന്തോം തകതിന്തോം തിന്തിയും തോന്തന തിന്താനീനന്തോം. ആടാத ജവാദ് മണമാടിടുമ്പം പാടിയിടുമ്പം തന്നെ കാണാൻ പോലും വയ്യ ക്യാമറയ്ക്കകത്ത് വന്ന് കിടന്ന. ഇത് നമുക്ക് ജനിക്കാൻ പോണ കുട്ടിയുടെ അടുത്താണ് ആക്ച്വലി എനിക്ക് പറയണ്ട. നിന്റെ അമ്മ ഇവിടെ കിടന്ന് പാടണം കേട്ടാ. സോ ഫ്യൂച്ചറില് നീ നോക്കണം എത്ര പാടുപെട്ടാണ് ഇവിടെ ഇരിക്കണേന്ന്. എല്ലാരും പാടുപെട്ട് തന്നെയാ പ്രസവിക്കുന്നത്. അല്ല, നമുക്ക് നമ്മുടെ ആ കൊച്ചിനോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇത്. അപ്പോ ഭയങ്കര പാടുപെടാണ്ടിരിക്കണം. സോ ഓൾവേസ് റിമെമ്പർ ദിസ്. നിനക്ക് വിവരം വരണ പ്രായത്തില് ഞാൻ ആക്ച്വലി നീ ഇത് കാണണം. പക്ഷെ എല്ലാം ഓക്കെ ആവും. ഓക്കെ, we will get there. We will meet you soon. We'll meet you soon. Yeah. So date July 5th. ഹോസി ഭയങ്കര കാഷ്വൽ ആയിട്ട് നീ ഇറങ്ങി വന്നല്ലോടാ. ഭയങ്കര ഏഹ് അകത്തോട്ട് കേറിയിട്ട് ഒന്നുകൂടെ ഷൂട്ടിന് വേണ്ടി ഇങ്ങനെ ഭയങ്കര കാഷ്വലായി പോയല്ലോടാ. ഇവിടെ കരഞ്ഞോണ്ട് കിടക്കുകയായിരുന്നു. എങ്ങനെയുണ്ട്? പെയിൻ വരാനുള്ള മരുന്നൊക്കെ തന്നു. അത് നോക്കിക്കോ, പെയിൻ വരാനുള്ള മരുന്നൊക്കെ തന്നു. 4ാമത്തെ ഡോസും കഴിഞ്ഞു. പക്ഷെ എനിക്ക് പെയിനൊന്നും വരുന്നില്ല. അത് വളരെ നോർമലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയൊക്കെ പറഞ്ഞു, അമ്മയ്ക്കൊക്കെ ഡയറക്റ്റ്ലി അവര് ഇതായിരുന്നു ഡ്രിപ്പ്. അപ്പൊ തന്നെ വരും ഡ്രിപ്പ് കുത്തും, പെയിൻ വരും, കൊച്ചു വരും. എനിക്കിതുവരെ ഡ്രിപ്പ് തന്നില്ല. ഡ്രിപ്പൊക്കെ ഇനി ഡോക്ടർ ഒരു പ്രാവശ്യം വന്ന് PV നോക്കി. ഇനി ആ ഒരു PVയിലെ ഞാൻ മരിച്ചു. അപ്പൊ ഇനി ഒരു PVയും കൂടെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡ്രിപ്പ് എപ്പോൾ ഇടണം, എപ്പിഡ്യൂറിൽ എപ്പോൾ ഇടണം എല്ലാം തീരുമാനിക്കത്തുള്ളൂ. മൊത്തത്തിൽ ഒരു സൂചിയുടെ ഒരു സൂചിയോട് ജീവിതമായിരിക്കും എനിക്ക് മൊത്തത്തിൽ. കാരണം സൂചി പേടിയില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇവിടെ ഈ റൂമിൽ നോക്കുമ്പോൾ തന്നെ ആ ട്രെയിനിന്റെ അടി മുഴുവൻ സൂചിയാണ്, കുറെ ഇഞ്ചക്ഷൻസ് ആണ്. അത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, പറയാതിരിക്കാൻ പറ്റും. അതെല്ലാം എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട്. ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈഫിലായിട്ട് ഇങ്ങനെ വേറൊരു മുറി പോലെ മാറി ഒരു സിംഗിൾ ബെഡിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നത്. എനിക്കത് ഭയങ്കര പേടിയുള്ള സംഭവമായിരുന്നു. പക്ഷെ ഇന്നലെ അത്രയ്ക്ക് ഞാൻ ടയർഡായിട്ടാണ് അവസാനം ഞാൻ 2:30 എന്തോ ആയപ്പോൾ ഉറങ്ങിപ്പോയത്. അശ്വിൻ കുറെ നേരം, അശ്വിൻ അറിയാം എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ ഭയങ്കര പേടിയാണെന്നുള്ളത്. അയാൾ കുറെ നേരം ഇവിടെ ഇരുന്നു, സൈഡിൽ തന്നെ ഇങ്ങനെ ഇരുന്നു. അപ്പൊ മേ ബി ഞാൻ ആ സമയത്തൊക്കെ ഉറങ്ങിയതായിരിക്കാം, കൂട്ടുണ്ടെന്ന് വെച്ചിട്ട് ഞാനങ്ങ് ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ എപ്പോഴോ ഞാൻ മരുന്ന് കഴിക്കാൻ എണീച്ചപ്പോൾ അശ്വിൻ സൈഡിലില്ലാതെ. അപ്പൊ എനിക്ക് മനസ്സിലായി പോയി കിടന്നു എന്നുള്ളത്. ഇനിയിപ്പോ അവര് എനിക്കൊരു ഡിസ്ഇൻഫെക്റ്റന്റ് ഒക്കെ തന്നു. മറ്റേ സാനിറ്റൈസർ അല്ല, അതുപോലെ ഒരു സാധനം, ഒരു ബോഡി വാഷ്, അതൊക്കെ ഇട്ടൊന്ന് ദേഹം കഴുകി എൻ്റെ അത് കുളിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുളിക്കാതെ വെച്ചു. കാരണം വെറുതെ എന്തിനാണ് മറ്റേ പെട്ടി ഓട്ടോറിക്ഷ പെയിന്റ് അടിച്ച് കൊണ്ട് കിടത്തുന്ന പോലെ അതിന്റെ ഒരു ആവശ്യമില്ലാന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ദേഹം മാത്രം കഴുകി ഒരു ടച്ചപ്പ് ജസ്റ്റ് വാഷ് മാത്രം മതി എന്ന് വിചാരിച്ചു കൊണ്ട് കിടത്തുക. എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ട് പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചു. സോ അപ്പൊ അമ്മ ബാക്കി 2 എണീച്ചിട്ടില്ല. ഈശ്വരി എനിക്ക് തോന്നുന്നു കൊച്ചു ജനിച്ച് സ്കൂളിൽ പോകുമ്പോ എണീക്കും. ആ സമയമാകുമ്പോ എണീക്കണം. ആ സമയത്തെങ്കിലും എണീക്കണം. ഹൻസിക്കൊന്നും വരണം. ഹൻസിക്കൊക്കെ കാരണം ഡെലിവറിക്കൊക്കെ പോകുന്നു എന്ന് അറിഞ്ഞിട്ടേ വരുന്നുള്ളൂ. കാരണം വെറുതെ എല്ലാവരും കൂടെ വന്നാൽ ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല. സോ യാ, അപ്പൊ ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അശ്വിന് ഇടിയപ്പോ മുട്ടക്കറി, ഞാനും അതാണ് പറഞ്ഞത്. പക്ഷെ ഇടിയപ്പം മുട്ടക്കറി ഞാൻ പറഞ്ഞില്ലല്ലോ. അശ്വിന് ഇഡ്ഡലി സാമ്പാറാണ്. ഞാൻ ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് ഇവിടെ ചോദിച്ചു എനിക്ക് കഞ്ഞിയും പയറും ചമ്മന്തിയും കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ അത് കൊണ്ടുതരാന്ന് പറഞ്ഞു. കാരണം എന്റെ അടുത്ത് എടുത്ത് ഇങ്ങോട്ട് അവര് തന്നെ പറഞ്ഞു ഹെവി ഫുഡ് തിന്നല്ലേ എന്ന്. കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ കിടക്കുമ്പോ ബാത്റൂമിൽ വല്ലതും പോകേണ്ട കാര്യം അതുകൊണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. അപ്പൊ എന്റെ അടുത്ത് തൽക്കാലം കഞ്ഞി കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അവര് തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വെരി ഹാപ്പി. കഞ്ഞി കിട്ടാൻ, കഞ്ഞി പയറും ചമ്മന്തി ഇന്നലെ രാത്രി ഇവര് കഴിക്കുന്ന കണ്ടപ്പോഴേ ബൈ എനിക്ക്. അപ്പൊ ഈ വിഷമങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും കഞ്ഞി കുടിച്ചൊരു സന്തോഷം
പിന്നെ കൊച്ചിനെ കാണുന്നൊരു സന്തോഷം. അതിന്റെ ഇടയിൽ ബാക്കിയൊന്നും എനിക്ക് അറിയില്ല, എനിക്ക് പിന്നെ അറിയണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണാം. പിന്നെ അതിന്റെ ഇടയിൽ വല്ല എന്തെങ്കിലും ഒരു ബോംബെ സർക്കസിന്റെ വക എന്റെ വക ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ അതും കാണാം. അങ്ങനെ വെളിച്ചമൊക്കെ വന്നു. 7:30 കഴിഞ്ഞു. ഞാൻ ഇവിടുത്തെ മെഷീൻ കോഫിയെ കുടിക്കാം. കാരണം മെഷീൻ കോഫി പൊതുവേ എനിക്ക് ഒരിടത്ത് ഇഷ്ടപ്പെടാറില്ല, വളരെ റയർലിയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ഇത് ഫോർ സം റീസൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ എന്തൊക്കെ ഭയങ്കര വലിയ ചിന്തയിലാണ്. എന്താ ഇവിടെ ജീവിതത്തിൽ എന്താണ് തന്റെ ചിന്ത എന്താണ്? ഇതിനകത്ത് കോഫിയുടെ കണ്ടന്റ് കൂടുതലാണ്. ഓക്കെ, ഇനി താരം തിരിഞ്ഞു ഉത്തരം കിട്ടി. കോഫിയുടെ കണ്ടന്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ കുടിക്കട്ടെ, അത്രയ്ക്ക് താല്പര്യമില്ല. ഇനി എന്താ തിരിഞ്ഞെന്ന് ആലോചിച്ചെന്ന് പറ. തിരിഞ്ഞെന്ന് എന്താ ആലോചിച്ചോണ്ടിരുന്ന പറ. പ്രകൃതി ഭംഗി ആസ്വദിക്കുകയായിരുന്നു. ഭയങ്കരം അവിടെ ഒരു കാട്, അത് കണ്ട് നിൽക്കുകയായിരുന്നു. കാടാണ് മലകളായത്, കാടാണ് കെട്ടിടമായത്. ഞാൻ ആക്ച്വലി കഞ്ഞി ചോദിച്ചു, പക്ഷെ കഞ്ഞിയുടെ കൂടെ ചമ്മന്തി ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ വല്ലാത്തൊരു ഡിസപ്പോയിന്റ്മെന്റിലായി പോയി. പക്ഷെ ഇനിയിപ്പോ പോട്ടെ, സാരമില്ല. കഞ്ഞിയും പയറും അച്ചാറും കിട്ടും, ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ലവ് ഫാക്ടർ എന്നെ ഉപേക്ഷിച്ച് പോയിട്ടില്ല. ചമ്മന്തി കിട്ടത്തില്ല എന്ന് വന്ന് പറഞ്ഞൊരാള് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ചമ്മന്തി കിട്ടി. അപ്പൊ ഞാനിവിടെ കുറച്ചൊന്ന് ആടുന്നുണ്ടായിരുന്നു എന്റെ ലവ് ഫാക്ടറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, നീ കുറച്ചു നേരം ആട്, കുറച്ച് കഴിയുമ്പോൾ കരയാനുള്ളതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ആയിരിക്കാം, പക്ഷെ എന്നാലും ഈ ഒരു ലവ് ഫാക്ടർ ഒന്നും കണ്ടില്ല എന്ന് കേട്ടില്ല, അതൊന്നും വെക്കരുത്. തനിക്കായിരുന്നെങ്കിൽ ചമ്മന്തി വിട്ട് അച്ചാർ പോലും അതൊക്കെ ചമ്മന്തി കുറെ മിക്സ് ആക്കും, ഉപ്പ് കൊള്ളാം. ചമ്മന്തി ഇടുമ്പോ കൊള്ളാം. അയ്യോ കൊള്ളാം, വൈബുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലിരുന്ന് ഇങ്ങനെ ഒരു സാധനം ഇട്ട് ഇവിടത്തെ ഉടുപ്പ് ഇട്ട് കഞ്ഞിയും കൂടെ കുടിക്കുമ്പോണ്ടല്ലോ വേൾഡിലെ ഏറ്റവും വലിയ പേഷ്യന്റ് ആയി പോകുന്നു. പക്ഷെ ഒരു പേഷ്യന്റിന് ഇതിനേക്കാൾ കൂടുതൽ പേഷ്യന്റ് ആവാൻ പറ്റത്തില്ല, അത്രയ്ക്ക് പേഷ്യന്റ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഡ്രസ് വീടല്ലേ വീണോ? ഒരു ഡ്രോപ്പ്. അയ്യയ്യേ, തറയെ വീണവരെ എടുത്ത് കഴിക്കുന്ന ആളാ അശ്വിൻ. അപ്പോഴാണ് ഞാൻ സ്വന്തം നൈറ്റിൽ വീണത്. അത് ഇപ്പൊ ദേഹം കേട്ട് വന്നിരുന്ന ഫ്രഷ് വീണ് എടുത്ത് കഴിച്ചതിന് ഇത്രയും ഡ്രാമ. അല്ലെ ബെഡ്ഷീറ്റ് ഒക്കെ ഇപ്പൊ മാറ്റി. It's all fresh. It's okay. Like ചമ്മൽ is a part of your life. ഇതെല്ലാം ഫ്രഷാ. അങ്ങനെയാണെങ്കിൽ ഇത് ഫ്രഷാ. അത് ഇന്നലെ വീട്ടിൽ നിന്ന് കഴുകി കൊണ്ടുവന്ന പില്ലോ കവറാ. അപ്പൊ ഇന്നലെ പേഷ്യന്റ് ആയിട്ടുള്ള അഴുക നൈറ്റി അല്ല, ആ നൈറ്റിൽ എവിടെ ഡേർട്ട് ഒന്നും ഇല്ലല്ലോ. അത് ഇന്നലെ ഇട്ട ഫ്രഷ് നൈറ്റി. അത് കഴിഞ്ഞിട്ട് അല്ല, ഇന്നലെ പ്രസവിച്ചില്ലല്ലോ, ചുമ്മാ കിടന്നുറങ്ങിയല്ലേ ഉള്ളു. അത് താഴെയല്ലേ, മുകളിലല്ലല്ലോ. ഓ പിന്നെ ഇതിനെ കൂടെ എടുത്തൊക്കെ ചാടിക്കും. എന്നാ നീ പോയിട്ട് ആ മരത്തിൽ കുറച്ചുകൂടെ ചെടി നമുക്ക് ആ മലയിൽ വളർത്താം. തലയുണ്ട് മല. ഞാൻ നോക്കും റിയൽ മല. നോക്ക് ശരിക്കുള്ള മല. എന്നിട്ട് ബ്രീത്ത് എടുത്ത് വിട്ടോട്ടെ, അത് കുറയും. ബ്രീത്ത് എടുത്ത് കുറച്ചൊരു ഹോൾഡ് ചെയ്ത് വെച്ച് റിലീസ് ചെയ്യും. കുഴപ്പമൊന്നുമില്ല, ചെയ്യത്തില്ല കേട്ടാ. കുറച്ചുകൂടി ഓപ്പൺ ആവുമ്പത്തേക്ക് ഇത്രയും വേദന ഒന്നും കാണത്തില്ല കേട്ടോ. റിലാക്സ് ചെയ്ത് കിടക്ക്, ടെൻഷൻ ഒന്നും ആവണ്ട. ടെൻഷൻ ഓപ്പൺ ആവാതിട്ടാണ് ഇന്നത്തെ നമുക്ക് ഈ പെയിൻ എടുക്കുന്നത്. കുറച്ചുകൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത്ര പെയിൻ എടുക്കത്തില്ല. ബട്ട് വൺ തിങ്, യു ഷുഡ് കോപ്പറേറ്റ്. എനിക്കറിയാം പേടിയാണ്, പക്ഷെ മാഡം മുകളിലോട്ട് കഴിയും തോറും ഡോക്ടറിന് അത്രത്തോളം എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് പെയിൻ നോക്കാനായിട്ട്. കോപ്പറേറ്റ് ചെയ്യാൻ ഇത്ര വേദനിക്കില്ല. ഈ വിരലകത്തോട്ട് വെച്ച് കൈ കൊണ്ടു എന്നെ നോക്കട്ടെ, സാറിന്
ഇത് വേണോ? ഇത് ആപ്പിളാ. ഇനി കിടന്ന് കഴിക്കാമോ? വേറെ ചെയ്യാൻ പറ്റില്ലേ? ഇത് ആപ്പിളല്ലേ? ആ സ്പൂൺ എടുത്തിട്ട് കുറച്ച് പോരായിട്ട് ലഞ്ച് ബോക്സ് ആയിപ്പോയി സ്കൂളിൽ എല്ലാം കൂടെ മിക്സ് ആയി. ആണ് ഏറ്റവും ഹീമോഗ്ലോബിൻ ബ്ലഡ്. യു നീഡ് ദിസ്. ഷെഡ്യൂളൊക്കെ എടുത്തു കഴിഞ്ഞു. ഹൗ യു ഫീലിംഗ്? കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇതുകൂടെ കഴിച്ച് ഉറങ്ങാൻ പറ്റുമ്പോൾ മനസ്സിലായി. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇത് കണ്ടോ, വോമർ ഹീറ്റർ ചൂട് കിട്ടും. അഞ്ചൊക്കെ ലഞ്ചൊക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിച്ചിട്ട്. ഓക്കെ. ഈ നമ്പറാണ് കോൺട്രാക്ഷൻസ് കാണിക്കുന്നത്. ഇപ്പൊ നല്ലപോലെ ഉണ്ട്, നല്ല പെയിൻ ഉണ്ട്. പക്ഷെ വരേണ്ടതാണ്. ഓസി ആക്ച്വലി ഇപ്പൊ അറിയുന്നില്ല, എപ്പിഡ്യൂറിൽ എടുത്തേക്കുന്നതുകൊണ്ട് അറിയുന്നില്ല. ഇതിങ്ങനെ വരുമ്പോൾ നമ്മൾ വയറ്റിൽ തൊട്ട് നോക്കിയാൽ വയറ് ഭയങ്കര ഹാർഡ്. ഞാൻ തൊട്ടപ്പോൾ സൗണ്ട് വന്ന് ഹാർഡായിട്ടിരിക്കും. ഇപ്പൊ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. Are you excited, ഓസി? Yeah, I am excited to see the baby. പക്ഷെ അതിന് മുന്നേ ഉള്ള സംഭവങ്ങളൊന്നും എക്സൈറ്റഡ് അല്ല. ആ ബാക്കിൽ ഇഞ്ചക്ഷൻ കുത്തിയപ്പോൾ വേദനിച്ചോ? അത് ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു പേടിച്ചിട്ട് കാര്യമില്ല, കാരണം എന്തായാലും ഇത് എടുത്തില്ലെങ്കിൽ എനിക്ക് പെയിൻ കുറയില്ല. അപ്പൊ അച്ഛൻ എനിക്ക് എപ്പോഴും ബാക്കി തടവി തരും. അപ്പൊ അച്ഛനാണ് എൻ്റെ, കാരണം ഞാൻ തിരിഞ്ഞല്ലേ ഇരിക്കുന്നത്, ഞാൻ ആരെയും കാണുന്നില്ല. അപ്പൊ അച്ഛനാണ് എൻ്റെ ബാക്കി ഇരിക്കുന്നത്. അച്ഛൻ എന്തോ ഒരു ടൈഗർ ബാം പോലൊരു സാധനം ഇട്ട് എനിക്ക് വേദനയുള്ളൊരു സ്ഥലത്ത് തടവുവാണെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അപ്പൊ അച്ഛനാണെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കിട്ടി. ഓക്കെ, എന്നെ വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല, അച്ഛനാണെന്ന് വെച്ചപ്പോൾ പേടി അങ്ങ് പോയി. അശ്വിൻ തന്നെ ഞെട്ടിപ്പോയി. ആ നീഡിലൊക്കെ എടുത്ത് കയറ്റിയാൻ പിടിക്കാൻ ചെന്നപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് കണ്ടിട്ട്. ഞാൻ സാധാരണ അങ്ങനെ ഇരിക്കില്ല. ഞാൻ എൻ്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്തു, വേറെന്തോ പറഞ്ഞ് ഞാൻ ഇരുത്തി. അപ്പൊ ഓക്കെ ആയി. ഇപ്പൊ കുറയോട്ടോ? ഇപ്പൊ സ്റ്റിഫ്നെസ് മാറിയോ? ഇപ്പൊ എനിക്ക് വയറ് വലിയുന്നൊന്നുമില്ല. ഇപ്പൊ 18-20 കുറയും. ഇത് ഹീറ്ററാണ്, ഒരു ചൂട് കിട്ടുന്നത്. കൊള്ളാം. അടുത്ത PV ചെയ്യുമ്പോഴും കൂടെ വേദന അറിയാതിരുന്നെങ്കിൽ കൊള്ളാന്ന് പറഞ്ഞാൽ അതിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കഴിയുമ്പോ ഇനി ബാത്റൂമിൽ പാടായിരിക്കും. ബാത്റൂമിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത്രയും വയറൊക്കെ വിട്ട് തരും. അയ്യോ. ഫാൻ, കുട്ടി ഫാൻ. എത്ര സമയം വരെ പോവും? ഏത് മൊത്തം? എനിക്കൊക്കെ ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ മേ ബി 1 or 2 hours ഇവിടെ ഡെലിവേർഡ്. പക്ഷെ ഇപ്പൊ എപ്പിഡ്യൂറിൽ ഇട്ടേക്കുന്നതുകൊണ്ട് ഡിലേ ദ ഡെലിവറി by 4 hours. സമയം എന്തോ? ഇപ്പൊ സമയം അവിടെ ക്ലോക്ക് ഉണ്ടോ? 12:10. എക്സാക്ട്ലി 12:10. ഒരു 4 മണി 5 മണി വരെ ആവും അല്ലേ? ഐ തിങ്ക്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ശരി, അപ്പൊ ഇനി അടുത്ത എന്തെങ്കിലും ചടങ്ങ് വരുമ്പോ കാണാം. Hi sisters, are you all excited? Yes. Huh? Yeah. Excited both of you? Yes, very much. Okay. ഹൻസു ആ സമയം ബോൾ വെച്ച് കളിച്ചു. Oh. Lunch.
ഇപ്പോൾ 12:30 പറഞ്ഞ PV കഴിഞ്ഞു. പക്ഷേ എപ്പിഡ്യൂറിൽ ഇട്ടിരുന്നത് കൊണ്ട് ഒരു 90% പെയിൻ ഞാൻ അറിഞ്ഞില്ല. ഒരു 10% അറിഞ്ഞുള്ളൂ. അതെ, അതുകൊണ്ട് നിങ്ങൾ സാധാരണ ഞാൻ ചാടുന്ന പോലെ ഒന്നും കണ്ടില്ലല്ലോ. അതെ, ജസ്റ്റ് പേടി മാത്രം. ഹൻസിക്ക് ഇഷാനിയും മാറി മാറി കൈ പിടിച്ചു. ഫിസിക്കൽ സപ്പോർട്ട്. അമ്മ ക്ലൈമാക്സിലെത്തി. മലയാള സിനിമയിലെ പോലീസ് എല്ലാവർക്കും അതൊന്നും കണ്ടാകുന്നുണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഒരു എന്റർടൈൻമെന്റ് 100 ആയി. 0 ആയി 100 ആയി. അപ്പൊ ഭയങ്കര പെയിൻ നടക്കുവാ നിനക്ക്. പക്ഷെ ഇപ്പൊ എപ്പിഡ്യൂറിലോടാണ് അറിയാത്തത്. ചുറ്റും ഇങ്ങനെ എല്ലാരും നിൽക്കുന്നുണ്ട്. ഹാപ്പിയാ. എനിക്ക് ഞാൻ മരിച്ചിട്ട് എല്ലാവരും ചുറ്റും നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. മറ്റേ എല്ലാവരും ഇവിടെ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കോഫിനകത്ത് കിടക്കുന്നു. 7, 6, 5, 4, 0 ഒക്കെ ആയിട്ട് കൊള്ളാം. ഞാൻ എല്ലാവർക്കും ഒരു ബോംബെ സർക്കസ്. ഞാൻ ബോംബെ സർക്കസിൽ നടുക്ക് നിർത്തിയിരിക്കുന്ന ആന. ഇവൻ റിംഗ് മാസ്റ്റർ. അശ്വിൻ എക്സൈറ്റഡ് ആണോ? അശ്വിൻ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചിരി വരുന്നില്ലേ? നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു. പക്ഷെ ചിരി വരുമ്പോഴത്തേക്കും വേദന വരുമ്പോൾ ഞാനങ്ങ് ചിരി പതുക്കെ അങ്ങ് നിർത്തും. കോമഡിയൊക്കെ പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ആള്. അശ്വിൻ എന്താ ലഞ്ചിന് ഓർഡർ ചെയ്തത്? വെജിറ്റേറിയൻ മീൽസ്. വെജിറ്റേറിയൻ മീൽസ്. ഞാൻ ഫിഷ് കറി. ഓക്കെ, അപ്പൊ കഴിച്ചാലോ? കഴിക്കാം. നിങ്ങളും എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അവിടെ റൂമിൽ ഫുഡ് വന്നു. ഹെയർ സ്റ്റൈല് ഉണ്ണിയാർച്ചയെ പോലെയാണ്. കിടക്കാൻ പറ്റാത്തോണ്ടാണ്. ഇതിന്റെ മുല്ലപ്പൂ സ്ക്രഞ്ച് നീ പണ്ട് UKG മോഹിനിയാട്ടം അതായിപ്പോയി ഞാൻ. ഇനി ലഞ്ച് കഴിക്കണം. PV ഒക്കെ ഒരുപാട് ചെയ്തൊരു എക്സ്പീരിയൻസ് ലൈഫിൽ ഭയങ്കര ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ചൂടുണ്ട്. അതാണ് നിനക്ക് AC യിൽ ഇരിക്കാൻ കുഴപ്പമില്ല. ഞാൻ തണുക്കുന്നുണ്ട്. നല്ല ജോളിയായിട്ട് ലഞ്ച് കഴിച്ചാലോ? ഇപ്പൊ നമുക്ക് ലഞ്ചിലോട്ട് കടക്കാം. ഇത് തന്റെയും കൂടെ അല്ലേ? അല്ല, കോമൺ ആണ്. നോൺ വെജ് കഴിച്ചുകൂടാ? കഴിക്കാൻ മീൻ അങ്ങനെയല്ല, ഞാൻ ഫിഷ് ഗ്രേവി മാത്രം മതി എന്ന് പറഞ്ഞു. കാരണം എന്റെ അടുത്ത് ഹെവി ഒന്നും കഴിക്കണത്തില്ല. ഇപ്പൊ ബാത്റൂം പോകാൻ ടെൻഡൻസി വരും. സോയാ ചങ്കുകളോട് ജീവിച്ചു പോയല്ലേ? സോയ ചങ്കുറിന് അതൊരു ചിക്കൻ ആണെന്ന് ചോദിച്ചപ്പോൾ തിന്നാം. സ്തോത്രം. ചമ്മന്തി ലുക്സ് നൈസ്. ചമ്മന്തി എന്തോ ഒരു കൂട്ടുകറി. ചമ്മന്തി എങ്ങനെ? അയ്യോ, ചമ്മന്തി ഭയങ്കര പുളിപ്പുണ്ട് ചമ്മന്തിക്ക്. കളർ കണ്ടാൽ ഫിഷ് ഫ്രൈ ഇൻസൈഡ് ഒക്കെ. അത് കൊള്ളാം. ചമ്മന്തി ഭയങ്കര സോയച്ചൊക്കെ വൈബുണ്ട് കേട്ടോ. എനിക്ക് ഇച്ചിരി തരും. വേണ്ടത് പറഞ്ഞും പോയി. സാധനം കൊള്ളാം. പേര് വിളിച്ച് പറയാൻ പറ്റുമോ? ഇല്ല, അത് ഏതിൽ പറയാമെന്നൊരു ആദ്യം കണ്ട ഒരു 3 ഇതുപോലെ തൈര് തരാം. നമ്മുടെ റൂമിൽ തൈരുണ്ട്. ബാക്കി വരണ കൊണ്ടുവരും. തന്നെ തരണം. നഞ്ചിൽ തൈര് സാമ്പാറും. സാമ്പാറൊന്നും എനിക്ക് കിട്ടത്തില്ല. ഇപ്പൊ ഇത് ഹോട്ടലാ? ഇല്ല, ഹോട്ടലിൽ നമ്മൾ പേ ചെയ്യുന്നു, ഇതിന് നമ്മൾ പേ ചെയ്യുന്നു. സാമ്പാർ ആ പേ ചെയ്തതിനാണ് ഇത്ര സാമ്പാർ. സാമ്പാർ വേണോന്ന്. വെയിറ്റ്, ഐ ഹാവ് നമ്പർ, ഐ കോൾ. അങ്ങനെ റെഡ് റൈസ് കഴിച്ചു അല്ലേ? തൈര് പറഞ്ഞിട്ടുണ്ട്. തൈര് വരും, സാമ്പാർ വരും. അപ്പൊ ചോറ് വീർക്കാതിരിക്കും. ആ, റൈസ് ഉണ്ടല്ലോ. എന്റെ അടുത്ത് എടുത്തോളം പറഞ്ഞു. അശ്വിന്റെ തൈര് അതും കൂടെ പൊട്ടിച്ച് തരൂ. എന്താ ഫീൽ ചെയ്യണേ? വാട്ടർ കുറച്ചധികം ബ്രേക്കായി ഇങ്ങനെ വന്നൊരു ഇത് വന്നു. അപ്പോൾ വെയിനല്ല, ഒരു ഇറിറ്റേഷൻ താഴെ കംപ്ലീറ്റ് ആയിട്ടും.
പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നില്ല, മൂഡ് പോയി. കുറച്ച് 100 വരെ പോയി. 50-40 സംതിങ്ങിലെത്തി. ആൾക്ക് സ്കൂളിൽ ചേരാൻ ടൈം ആയെന്ന് തോന്നുന്നു. കഴിക്ക് വാഴയ്ക്കപ്പം വന്നു. പച്ചപ്പഴമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷെ കണ്ടിട്ട് പഴുത്ത പഴമാണെന്ന് തോന്നുന്നു. ഞാൻ സ്ട്രെസ്സായി. പഴുത്ത പഴം കുഴപ്പമില്ല. ഇപ്പം ഞാൻ എപ്പിഡ്യൂറിലൊക്കെ എടുത്തിട്ട് നല്ല കോൺട്രാക്ഷൻസ് കാണിക്കുന്നുണ്ട് അവിടെ. അതായത് എപ്പിഡ്യൂറിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പരലോകത്ത് പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ സെക്കൻഡും. താങ്ക്സ് ടു എപ്പിഡ്യൂറൽ എനിക്ക് ഒരു പെയിനും അറിയുന്നില്ല. ഞാൻ വളരെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുക. ഞാനിവിടെ ഉള്ള എല്ലാവരോടും പറഞ്ഞു എനിക്ക് ഈ കംഫർട്ട് സോണിൽ തന്നെ കൊച്ചിനെ ഇറക്കിയ സന്തോഷമായിട്ട് ഇറക്കായിരുന്നു എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അപ്പം അവർ പറയുന്നത് അധികം പെയിൻ വരില്ല എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സ് കഴിയപ്പോൾ നമുക്കതും ഡിസ്കസ് ചെയ്യാം, പെയിൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് നാളെ വേറൊരാൾ പ്രസവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ശരിക്കുള്ള അനുഭവം ഞാൻ പറയാം. വേനിച്ചു തന്നെ ഞാൻ പറയാം. എനിവേസ് ഇതൊന്ന് കഴിക്കട്ടെ, ഇതിന് ശേഷം കാണാം. ടാറ്റ പറഞ്ഞു എല്ലാരും. കാര്യം നടക്കാൻ പോകുമ്പോ വലിയ കാര്യമായോണ്ടാ, ചെറിയ കാര്യമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. കാലൊക്കെ സമാധാനമായിട്ടിരിക്കും. ഞാനാ വിറയ്ക്കുന്നേ. ഡോക്ടർ PV ചെയ്യാൻ വരും, എനിക്ക് പേടിയാണ്. അമ്മ ചെറവറ പ്രസവിച്ചല്ല. അച്ഛനെ പിടിക്കുന്നുണ്ടോ? എനിക്ക് ഞാനാ ചായ കൊടുത്തിട്ടത്. അത് കൊള്ളാം. ആടിപ്പൊളി. അത് കൊള്ളാം. ടൊമാറ്റോ കൊടുത്ത് ഭയങ്കര ഇഷ്ടം. അച്ഛനും അച്ഛനും മേടിച്ചു തന്നു. ഇവിടുത്തെ മെഷീൻ കോഫി ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി എനിക്ക് ഭയങ്കര മധുരമാണ്. പക്ഷെ നിനക്ക് മധുരം എങ്ങനെയാണെന്നറിയില്ല. ഞങ്ങൾ മധുരം ഇല്ലാതെ തരാൻ പറ്റും. സ്ത്രീകൾക്ക് മധുരം ഇഷ്ടം. അങ്ങനെ പെരി പെരി മസാല എടുക്കുമ്പോൾ കുറച്ചൊന്ന് ആശ്വാസം കിട്ടും. അങ്ങനെ വരും. കുഞ്ഞ് താഴോട്ട് വരുന്നതനുസരിച്ച് കുഞ്ഞിന്റെ തല ഓരോ പ്രാവശ്യം തട്ടുമ്പോൾ നമുക്ക് പെയിൻ വരുവാണ്. ഡെലിവറി ആവണ്ടേ? അങ്ങനെ ആലോചിക്കുന്നുള്ളതുകൊണ്ടാണ് ഒന്ന് ശ്വാസം എടുക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. അതിൽ കൂടി നമ്മൾ ഡെലിവറി ടൈം എക്സ്റ്റെൻഡ് ആയി പോകും. പുഷ് ചെയ്യണം ബേബി പുഷ് എനർജിയിൽ പുഷ് ചെയ്ത് കൊടുത്തേ. ഒന്നുമില്ലടാ പുഷ് ഒന്നുമില്ലടാ മക്കളെ പുഷ് ഇപ്പൊ കഴിയും ഇപ്പൊ കഴിയും ഒന്ന് സഹിച്ചിട്ടിടി ഇപ്പൊ കഴിയും. പെയിൻ ഉള്ളപ്പോ മാത്രമേ ഇതൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ
ഡോക്ടറുണ്ട്. അമ്മ അമ്മ പറ്റുന്നില്ല അമ്മ. ശ്വാസം നീട്ടി വലിച്ചെടുത്ത്, ശ്വാസം നീട്ടി വലിച്ചെടുത്ത് ദിയ. ഗുഡ് 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 ഗുഡ്. അതുപോലെ ചെയ്തേ. ഒന്നുമില്ലടാ. ഇല്ല ഇല്ല ഒന്നുമില്ല. എനിക്ക് അങ്ങോട്ടൊരു എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർ. അവിടെ കൺട്രോൾ ഇല്ലാത്ത പോലെ മകൾ പുഷ് എന്റെ കാലായിരിക്കുന്ന. അല്ല കാലെനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ഇല്ലാത്ത പോലെ അമ്മ. അല്ല അത് Just stay happy and positive. മകൾ പുഷ്. Be very strong. Be happy. Relax. Baby looks like you. ബേബിനെ അവർ അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി. എല്ലാരും കണ്ട്. സൂപ്പറായിട്ട് ചെയ്താ, അടിപൊളിയായിട്ട് ചെയ്താ. 2.46. നിങ്ങൾക്ക് നമുക്കല്ല. ഡ്യൂട്ടി സത്യം പറഞ്ഞ 7 മണി കഴിയുമായിരുന്നു. വർഷ ഫുള്ള് ഓസിയുടെ കൂടെ നിന്ന് എല്ലാം ചെയ്തു. താങ്ക് യു. രാവിലെ ഉണ്ടായിരുന്നോ? നാളെ കാണാൻ മോളെ. ഓസി, വാട്ട് യു ഫീൽ? കുറച്ചു നേരം ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ഫീൽ ചെയ്ത് തുടങ്ങി. കുറച്ച് കാലൊക്കെ ഓക്കെ ആയോ? കാലൊക്കെ ഇപ്പൊ ഞാൻ മൂവ് ചെയ്ത് തുടങ്ങി. നേരത്തെ നമ്പായിരുന്നില്ല, മൊത്തത്തില് ഒന്നും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. അതിന്റെ അശ്വിൻ സ്റ്റിഫ്നെസ് മാറുന്നവരെ എന്റെ കൂടെ നിന്നു. ഞാൻ പറഞ്ഞില്ല കൊച്ചിന്റെ അടുത്തോട്ട് പോയി. അതുവരെ ഇവിടെ തന്നെ എന്റെ കൂടെ നിൽക്കായിരുന്നു. അതുകൊണ്ടൊരു What do you feel ആ ഒരു ബേബി ഇറങ്ങി വന്ന മൊമെന്റിൽ? Do you remember that moment? ടു ബി ഓണസ്റ്റ്, എനിക്ക് മേ ബി എപ്പിഡ്യൂൾ തന്നുകൊണ്ടായിരിക്കാം ബേബി ഇറങ്ങി വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ബേബിയെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ബേബി വന്നു എന്ന്. അതുവരെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്റെ ദേഹത്ത് ഫുൾ എനർജി ഞാൻ കൊടുത്ത് ദാനം ചെയ്തിട്ടാണ് അത്. അഫ്കോഴ്സ് എല്ലാവരും അത് തന്നെയാണ്. അപ്പൊ എനിക്ക് ബേബി വന്നു കഴിഞ്ഞപ്പോ എനർജി 0% ആയിരുന്നു. പിന്നെ എനർജി ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു ആ ബേബിയെ ഫസ്റ്റ് കണ്ട മൊമെന്റിൽ what did you feel? ഐ വാസ് വെരി ഹാപ്പി. ബിക്കോസ് എനിക്ക് സ്വയം എന്നെ പറ്റി അറിയാമല്ലോ. ഞാനെന്ന് പറഞ്ഞ ഇൻഡിവിജ്വലിന് ഒന്നും ചെറിയ പെയിൻ ടോളറൻസ് ഒന്നും പറ്റാത്ത ഒരാളാണ്. അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ
ഐ വാസ് പ്രൗഡ് ഓഫ് മൈസെൽഫ് സത്യം പറഞ്ഞ. ആൻഡ് ബേബിന്റെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ വാട്ട് വാസ് യുവർ ഫസ്റ്റ് തോട്ട് ലൈക്ക് അബൌട്ട് ദ എന്നെ ബേബി? പോലെ ഇരിക്കുന്നു, അങ്ങനെ എനിക്ക് തോന്നി. അയ്യോ എന്നെ പോലെ ഇരിക്കുന്ന ഒരു ചെക്കൻ. പക്ഷെ അശ്വിന്റെ സെയിം ഹെയർ ആയിരുന്നു. അത് കണ്ടുടനെ ഞാൻ പറഞ്ഞു ബ്ലാക്ക് തിക്ക് ഹെയർ, അശ്വിന്റെ പോലത്തെ ഹെയർ. അശ്വിൻ വാട്ട് ഡിഡ് യു ഫീൽ? അയ്യോ ഒരു രക്ഷയില്ല. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓസി ഭയങ്കര ഇത്രയും അടിപൊളിയായിട്ട് പുഷ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. കുറച്ചുകൂടെ വെരി ക്വിക്ക് അല്ലേ പുള്ളിക്കാരി നാല് പുഷ് ചെയ്തുകൊണ്ട് ടക്കെന്ന് ഇറങ്ങി വന്നു. ഭയങ്കര ഇന്റൻസ് ആയിട്ടും ആ പുള്ളിക്കാരിയുടെ ഒരു ഇത് കൊണ്ട് മാത്രമാണ് പെട്ടെന്ന് നമുക്ക് ആക്ച്വലി ഇത് കിട്ടിയത്. അയ്യോ ഒരു വല്ലാത്ത ഫീൽ ആണ് കേട്ടോ. ഞാൻ ലൈവായിട്ട് ഇങ്ങനെ കണ്ട് ലൈഫിലെ ഒരു ബെസ്റ്റ് മൊമെന്റ് അങ്ങനെ പറയാൻ പറ്റും. അതാണ് ഇതാണ് ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്. ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഞാൻ ഓസിയെ കല്യാണം കഴിച്ചത് തന്നെയാണ്. അത് കഴിഞ്ഞാണ് ഇത് വേറെ കാര്യം. പിന്നെ ഇതാണ് ഇന്നാണ് ഡേ 1 എന്റെയും ആസ് എ ഫാദർ. സോ അതിന്റെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് സൂപ്പർ ആയിരുന്നു. പിന്നെ എന്താ പറയാ, അത് ഓസി എനിക്ക് ഒരിക്കൽ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഓസി ജനിച്ചപ്പോഴേക്കും ആദ്യത്തെ ദിവസം ഇങ്ങനെ എക്സാക്ട്ലി ദ ബേബി ലുക്സ് ലൈക്ക് ദാറ്റ്. അതുപോലെ ഇരിക്കുന്നുണ്ട്. അതെ ഒരു രക്ഷയില്ല. ഭയങ്കര വല്ലാത്തൊരു ഫീൽ തന്നെയാണത്. അത് എന്തൊക്കെ പറഞ്ഞാലും ഓസി താങ്ക് യു. അമ്മക്ക് എന്താണ് തോന്നിയത്? എന്താ തന്നെ സത്യമായിട്ട് ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഡെലിവറി നടക്കുന്ന ആരുടെയും കണ്ടിട്ടില്ല. അത് കാണാൻ പണ്ടൊക്കെ എനിക്കൊരു ധൈര്യമില്ല. ഇങ്ങനെ ഓസിയുടെ ആയതുകൊണ്ടാണ് ആ ധൈര്യത്തിൽ നിന്നത്. ഓസി ഹെൽത്തി ആയിട്ടിരിക്കണം, ഓസി കറക്റ്റാಗಿ പുഷ് ചെയ്യണം, ബേബി കറക്റ്റായിട്ട് വരണം. ലൈക്ക് ഇടയ്ക്ക് വെച്ച് ഓസി ഇങ്ങനെ മയങ്ങി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ലൈക്ക് ഐ എം സോ ഗ്ലാഡ് ബേബി കെയിം ഔട്ട് പെർഫെക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി മാജിക്കൽ. ഭയങ്കര ഓസി ജനിച്ചപ്പോ ഫസ്റ്റ് എങ്ങനെ ഇരുന്നേ നമുക്ക് ഓസി ജനിച്ചത് എങ്ങനെ ഇരുന്നത്? ആണോ? അല്ല അതാണ് പറഞ്ഞു. ആദ്യത്തെ ദിവസം ഹോസ്പിറ്റലിൽ എടുത്ത ഫോട്ടോ എനിക്ക് അതേപോലെ ഓസിക്ക് കുറച്ചുകൂടെ വലിയ തലയായിരുന്നു, ഇതിമോ ചബ്ബിയോ ഫേസ് ആയിരുന്നു. ചെറുതിന്റെ തലയായിരിക്കും. ഇത് ഓസിയുടെ ഇയാൾക്ക് കുഞ്ഞു തല. ഓസി ജനിച്ചപ്പോ എത്രയായിരുന്നു വെയിറ്റ്? 2.5. ഇത് ജസ്റ്റ് താഴെ അല്ലേ? ഓ ഒരു 400 ഗ്രാം ചെറുത്. ആ ഇപ്പൊ ഫീഡ് ഞാൻ ഇപ്പൊ അവയ്ക്കാണ് കുഴപ്പമില്ല. First walk of his life and second wheelchair of her life. മനോജ് വൈഫോടെ രാവിലെ അമ്പലത്തിൽ പോയി എനിക്ക് വേണ്ടി അത്ര ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ഡെഡിക്കേഷൻ. മനോജിന്റെ അടുത്ത ഡെഡിക്കേഷൻ ആണ് നീ ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മളിതേ തിരിച്ച് നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴാണ് തിരിച്ചൊരു ഹോട്ടലിൽ എത്തിയ ഫീലിംഗ് വന്നത്. ഇത്രയും നേരം ഞാൻ ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ തിരിച്ചെത്തി ബേബിയായിട്ട് സേഫായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മു, അമ്മ, അശ്വിനാണ് ഇവിടുത്തെ 3 മസ്കിറ്റിയർ ബൈസ്റ്റാൻഡേഴ്സ്. അപ്പോൾ ഒരു പുതിയ ബെഡ് കൂടെ അശ്വിൻ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മൂനും അമ്മയ്ക്കും അവിടെ കിടക്കാം. ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ഫിറ്റ് ആവത്തില്ലായിരുന്നു. അപ്പം ഇനി ഈ വ്ളോഗ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ല. നാളെയും മറ്റന്നാളൊക്കെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ജസ്റ്റ് ഇവിടെയുള്ള റാൻഡം കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ബർത്ത് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു ഓൾ സൂൺ വിത്ത് സോ മെനി എക്സൈറ്റിംഗ് വീഡിയോസ്. ടിൽ ദെൻ ബൈ പറഞ്ഞു. ബൈ. അമ്മൂമ്മ കുഞ്ഞിനെ കാണാൻ ഇന്നലെ കണ്ടോളാൻ പോയായിരുന്നു. രാത്രി ഇച്ചിരി ചോദിച്ചാണ് രാത്രി വരണം. അപ്പൂപ്പ അതിപ്പോ പോയി കാണാനല്ലോ. കുഞ്ഞുമണി കൺമണിയെ കാണാൻ പോകുന്നു. എഴുതിയൊക്കെ കഴിച്ച് പഠിച്ചതാന്ന് തോന്നുന്നു.
ഇതാണ് ചെയ്ത. And everybody is wearing blue color dress. എല്ലാരും ദേ നീല ഉടുപ്പൊക്കെ ഇട്ട് നിയോമിനെ കാണാൻ വന്നു. ഓമി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഓമി. ആ രാത്രി ഒരു 5 മണിയായപ്പോഴത്തേക്കും, അല്ലാതെ